ചൂട് കൂടിയതോടെ സംസ്ഥാനത്തെ പച്ചക്കറി വിലയും കുതിച്ചുവരികയാണ്. പച്ചക്കറികളിൽ പലതും കിട്ടാനുമില്ല. കടുത്ത ചൂടിൽ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങിയതാണ് വിപണിയെയും പൊള്ളിക്കുന്നത്. ഏറെ സജീവമായിരുന്ന കോഴിക്കോട് പാളയം മാർക്കറ്റ് ഇപ്പോൾ കടുത്ത ചൂടിൽ വിയർത്തൊലിച്ച് വിജനമാണ്. പച്ചക്കറി വണ്ടികൾ വല്ലപ്പോഴും മാത്രമാണ് എത്തുന്ന വണ്ടികളിൽ സാധനങ്ങളും കുറവ്. കർണാടകയിലെയും തമിഴ്നാട്ടിലെയും കൃഷിയിടങ്ങൾ ചൂടിൽ വരണ്ടുണങ്ങിയതാണ് ഇതിന് കാരണം. ഉള്ള സാധനങ്ങൾക്കൊക്കെയും പൊള്ളുന്ന വിലയും. പച്ചക്കറി ഇപ്പോൾ വെയിലുകൊണ്ട് ഇപ്പോൾ വളരെ ചൂടായിട്ട് വരുന്നതാണ്. പച്ചക്കറി വരുന്നില്ല, വെള്ളമായതുകൊണ്ട്. അവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് പച്ചക്കറി വരുന്നില്ല. അതാണ് ഇപ്പോൾ കാരണം. വാങ്ങാൻ വരുന്ന ആൾക്കാരും കുറവാണ്. മാർക്കറ്റ് കണ്ടില്ല, കാലിയായി കിടക്കാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വെയിൽ കൊണ്ടിട്ട് ഒന്നായിട്ട് പണിയാവും ചെയ്യാം. ഇത് രാവിലെ കയറ്റും, ഉച്ചയാകുമ്പോഴത്തേക്ക് വെയിൽ കൊണ്ടിട്ട് വെയിലുണ്ട് ഒന്നായിട്ട് കിട്ടുക. കഴിഞ്ഞ മാസം കിലോയ്ക്ക് 52 രൂപ ഉണ്ടായിരുന്ന ബീൻസിന് ഇപ്പോൾ 150 രൂപയാണ് വില. കക്കിരിക്ക് 25 രൂപയിൽ നിന്നും ഇരട്ടിയായി. പയർ, പാവയ്ക്ക എന്നിവയ്ക്കും തീവിലയാണ്. റംസാൻ വിഷു വിപണിയിൽ പോലും ഇത്രയും വില ഉണ്ടായിട്ടില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. വാങ്ങാനെത്തുന്നവരും പലപ്പോഴും പകുതി വാങ്ങി മടങ്ങുകയാണ്. വില വർധനവിലും പച്ചക്കറികളുടെ ലഭ്യതയിലും കൃഷിവകുപ്പും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, കോഴിക്കോട്.